ബൈക്കിനകത്ത് പോകണം അല്ലേ? അതെ, ട്രിപ്പ് പോകുമ്പോൾ വൈബായിട്ട് മതി. വാ. മറ്റേ ഭാരത് ബെൻസ് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? പുത്തമണ്ടി ഓടിച്ചിട്ട് അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മറ്റേ നമ്മുടെ വണ്ടി പോലെ നിൽക്കില്ല. അതല്ലേ, എങ്ങനെയാ ഇത്? ഇതിനേക്കാളും നീട്ടക്കൂടില്ലേ പെട്ടിക്ക്? കൂടുതലുണ്ട്. അത് ലോഡും പറ്റുന്നത് വലിയ പാടാ. അപ്പോൾ അളവ് സെയിം അല്ലേ? പെട്ടികളോ? അത് 580 ഉള്ളൂ. അതെ, കൂടുതലല്ലേ അത്? ഇപ്പൊ പുതിയ മോഡൽ അത് കമ്പനി പെട്ടിയല്ലേ? കമ്പനി സംഭവം കിട്ടുവാ. ഇത്രയുടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതേ ഇത് സെയിമാ. ആ മേടി വെച്ചേക്കുന്ന സാധനം എല്ലാത്തിനും മഞ്ഞ ലൈൻ തട്ടിപ്പോതെ നമ്മുടെ വണ്ടിനേക്കാളും കൂടുതലുണ്ടല്ലോ വണ്ടി. ഡിപ്പേ മുട്ടി പൊട്ടിക്കാതിരിക്കാൻ. മറ്റേ ലൈനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ തട്ടിയൊക്കെ പോകണം, അല്ലെങ്കിൽ ഉടപ്പിൽ കയറി. കേരളം വടിച്ചു തന്നെയാണല്ലോ ഭാരത് ബെൻസ് വണ്ടി ഇറക്കുന്നത്. പിന്നെ അല്ലാതെ കേരളം വണ്ടി പൊളിച്ചുള്ള വണ്ടികളല്ലേ ഇറക്കി അല്ലേ? ഇപ്പൊ ടാങ്കറിന്റെ ഇത് സെറ്റപ്പിലൊക്കെ വന്നാലും ആർക്കും ഇപ്പൊ ലൈലാൻഡ് വേണ്ട, എല്ലാരും ഭാരത് ബെൻസിലോട്ട് മാറും. ഡ്രൈവർമാരെല്ലാം പറയുന്നത് ഓടിക്കാൻ സുഖമാണ്. ഡ്രൈവർമാര് പറയണത് മൈലേജ് കൊണ്ട് വേറെ ക്ഷീണമില്ലെന്ന് പറയാൻ ശരിയാണ്. ഭാരത് ബെൻസ് എത്ര കിലോമീറ്റർ ഇരുന്ന് ഓടിച്ചാലും നമുക്ക് അതേപോലെ തന്നെ ഫ്രഷ് അല്ലടാ വേന്. അത് ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേല് വയർക്കുന്നില്ല. രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങി വന്ന് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വൈകുന്നേരം വരെ ഇരിക്കുമല്ലേ. ഇപ്പൊ വേറെ കാര്യമാണ്, നമ്മളിപ്പോ ഈ വണ്ടി ഇതിപ്പോ ക്യാബിന് AC അല്ലെങ്കിൽ നമ്മൾ ഈ ലോഡ് ഓടുവോ? ഓടില്ല. ഇതെന്ന് പറയുമ്പോ വണ്ടി ഓടിക്കുന്നതിന് ക്ഷീണമില്ലല്ലോ. ഇപ്പൊ ബോംബെക്കൊക്കെ പോണേ അവര് മറ്റേ പുറത്തെടുത്തുകാരൻ അവര് മൊത്തം റിവ്യൂ ഇറക്കി വിട്ടേക്കല്ലേ. അവര് ഫാമിലി അടക്കമല്ലേ പോണേ. ലോക്ക് ഉണ്ടല്ലേ? 60 കിലോമീറ്റർ ആണോ?
ആ ഇതൊക്കെ പിന്നെ ചെയ്യണമെങ്കിൽ കമ്പനി ചെയ്ത് തരണമല്ലോ അല്ലേ? ഇപ്പൊ എന്നാ ചെയ്യുന്നത്? മറ്റേ ആ ടൂറിസ്റ്റ് ബസ് അവാർഡ് വന്നേ പിന്നെ അല്ലേ ഇവന്മാരെ വിളിച്ചു പറഞ്ഞാൽ ടെസ്റ്റ് കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞ ഇവന്മാർ വന്ന് ചെയ്ത് തരുമൊക്കെ ചെയ്യായിരുന്നു. കമ്പനി ഇല്ല ലൈലാൻഡിന്റെ കമ്പനിക്കാരെ വിളിച്ച് പറഞ്ഞാൽ അവന്മാർ വന്ന് ചെയ്ത് തരുമായിരുന്നു. ബസ്സിനൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇപ്പൊ 80 വരെ ചെയ്ത് കൊടുക്കും. ഇപ്പൊ നോർമല് ലൈലാൻഡിന്റെ ബസ് എല്ലാം തന്നെ ഇപ്പൊ 80 കിടക്കുന്നത്. 79 വരെ കയറും. പിന്നെ അതിന് മുകളിലോട്ട് ഇവര് ചെയ്ത് തരികയില്ല. ഇവിടെ എന്നാ പോക്ക കല്ലടയൊക്കെ പോകണം. കല്ലടയ്ക്ക് ഇതിലേ പോകണമെന്നാണ് സർവീസ്. അതുപോലെ ഇപ്പൊ നൈറ്റ് സർവീസ് എല്ലാവരും ആ രീതിക്ക് തന്നെ ഇതിലൊക്കെ പോണത്. ഒന്നാമത് മറ്റേ സ്ലീപ്പർ കുറെ സ്പീഡിലങ്ങ് പോയിട്ട് ഒറ്റ വീശൊക്കെ വീശി കഴിഞ്ഞാൽ നേരെ അറിയത്തേ ഉള്ളൂ. അങ്ങനെയാന്ന് മറ്റേ കുറിഞ്ഞിലെ വണ്ടി പറഞ്ഞ പുള്ളിക്ക് വളവ് അറിയത്തില്ല എന്ന് കണ്ടു വന്നാ വണ്ടി ലൈലാൻഡ് പറക്കില്ല. RPM കയറി കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ നല്ലൊരു സ്പോട്ടാണ് അല്ലേ? അതെ. രണ്ട് സൈഡിലും കാറാ. RT ഓഫീസിലൊരു ക്ലാസ്സിന് നിന്നപ്പോൾ വെഹിക്കിള് പറഞ്ഞ രാമപുരത്തെ കുറിച്ച് മാത്രം ഒന്നും പറയണ്ടെന്ന. എപ്പോ നോക്കിയാലും ബ്ലോക്കാന്ന്. രണ്ട് സൈഡിലും വണ്ടി പാർക്കിങ് ശല്യമാന്ന്. എന്താ സമയത്ത് വണ്ടി ടൗണിൽ കയറി വരുമായിരുന്നു കണ്ടു പറഞ്ഞപ്പോ രാമപുരത്ത് ബസ് സ്റ്റോപ്പിലൊക്കെ കാറ് പാർക്ക് ചെയ്യുക സാറേ.